നമ്മൾ ഒരുപാട് ചേരുവകളൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ദോശയുടെയും ഇഡ്ഡലിയുടെയും ഒക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ചട്നിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ചട്നി റെഡിയാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ഒരു 1 ടീസ്പൂൺ ഉഴുന്നുണ്ടല്ലോ, ഉഴുന്നൊന്ന് പൊട്ടിച്ചെടുക്കണം. ഉഴുന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു 2 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2-3 ചെറിയുള്ളിയും കൂടി ഇട്ടിട്ട് വേണം കേട്ടോ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. എന്നിട്ട് ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ പച്ചമല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റാണ് പച്ചമല്ലിയും കൂടെ ചേർത്തിട്ടുള്ള ആ ഒരു ചമ്മന്തി കഴിക്കുന്ന സമയത്ത് ചട്നി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ മല്ലി ഒഴിവാക്കാം, പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ചെറിയ തീയിൽ നല്ലോണം അങ്ങ് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഉണക്കമുളകാണ് ചേർക്കാനുള്ളത്. ഒരു 8-10 ഉണക്കമുളക് എടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് എരിവ് കൂടുന്നില്ല, എരിവ് കുറവ് മതി എന്നുണ്ടെങ്കിൽ 8 എണ്ണമൊക്കെ മതി. ഞാനൊരു 10 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിൽ മുളകും കൂടെ ഒന്ന് വറുത്തെടുക്കണം. തീ കൂട്ടി വെച്ച് ചിലപ്പോൾ മുളക് കരിഞ്ഞു കേട്ടോ, കരിഞ്ഞു പോലെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കരിഞ്ഞു പോകാത്ത രീതിയിലൊന്ന് ചൂടാക്കി എടുത്താൽ മതി. മുളകൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ മീഡിയം സൈസിലുള്ള ഒരു സവാള ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ചെറുതാക്കണമെന്നില്ല, കാരണം മൊത്തത്തിൽ അരച്ചെടുക്കാനുള്ളതല്ലേ. ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം നിങ്ങൾ വഴറ്റിയെടുക്കുക. ഉള്ളി അത്യാവശ്യം തന്നെ ഒന്ന് വഴന്ന് വരണം. ഉള്ളി നല്ലോണം വഴന്ന് വരുന്ന സമയത്ത് ഒരു വലിയ നല്ല പഴുത്തിട്ടുള്ള തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. തക്കാളി നല്ലോണം ഒന്ന് വഴറ്റി ഇതുപോലെ ഉടച്ചെടുക്കണം കേട്ടോ. നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ തക്കാളി നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു ഇത്തിരി വാളംപുളി ഒരു ചെറിയ കഷ്ണം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, ഞാൻ ചേർക്കുന്നില്ല, തക്കാളിക്ക് പാകത്തിന് പുളിയുണ്ട്. ഈ സമയത്ത് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വേണ്ട കേട്ടോ, കുറച്ച് തന്നെ മതിയാകും. എന്നിട്ട് അതുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നല്ലോണം അങ്ങ് ചൂടാക്കി എടുത്താൽ മതി. എന്നിട്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് നല്ലോണം ചൂടാറുന്ന സമയത്ത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ലോണം നരച്ചെടുക്കുക. അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചട്നി അല്ലെങ്കിൽ ചമ്മന്തി എന്ന് പറഞ്ഞാൽ. തേങ്ങയൊന്നും ചേർക്കുന്നില്ല കേട്ടോ, ഒരു മുളക് ചമ്മന്തിയാണ്. തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഈ ഒരു സമയത്ത് ചേർത്തിട്ട് അരയ്ക്കാം, അപ്പോൾ തേങ്ങ ചട്നി ആയി പോകും. അപ്പോൾ നല്ലോണം ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇത് കടുക് വറുത്തെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വേണമെങ്കിലും കഴിക്കാം. ഞാനൊന്ന് കടുക് വറുത്തെടുക്കുന്നുണ്ട്. അതിനായിട്ടൊരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കുക. എണ്ണ ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മുളക് ചമ്മന്തിയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഒരു മിക്സിയുടെ ജാറിൽ കുറച്ചൊരു വെള്ളമാക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു വെളിച്ചെണ്ണയിൽ 1 മിനിറ്റ് നല്ലോണം നമുക്ക് വഴറ്റിയെടുത്താൽ മതി. കാരണം ഈ ഒരു ചമ്മന്തി അല്ലെങ്കിൽ ചട്നി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരുപാട് ഗ്രേവി പോലെയല്ല. ഇഡ്ഡലിയുടെയൊക്കെ സൈഡിൽ തേങ്ങ ചട്നി ഉണ്ടാകുമ്പോൾ തന്നെ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ തൊട്ട് കൂട്ടാനായിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു ചട്നി ഉണ്ടല്ലോ. തേങ്ങ ചട്നി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇത് തന്നെ ആയാലും ഇഡ്ഡലിക്കും ദോശയ്ക്കും മതിയാക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ഒരു മുളക് ചമ്മന്തി എന്ന് പറയുന്നത്, മുളക് ചട്നി എന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. തേങ്ങയൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചട്നിയാണ്. കാരണം ചില സമയത്ത് നമ്മൾ ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ തേങ്ങ ഇല്ലാത്തൊരു സമയമൊക്കെ വരുന്ന സമയത്ത് പറ്റുന്ന ഒരു ബെസ്റ്റ് ചമ്മന്തി തന്നെയാണ്. നല്ല ചൂടുള്ള ദോശയുടെ കൂടെയാണ് ഞാൻ ഈ ഒരു ചട്നി ഇപ്പോൾ സെർവ് ചെയ്യുന്നത്. ഇഡ്ഡലിയുടെ കൂടെയും കഴിക്കാം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ തേങ്ങയൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ചട്നി റെസിപ്പി തന്നെയാണിത്. കുറേ ആളുകളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. എന്നാലും ചെയ്ത് നോക്കാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. താങ്ക്